ഒരാളെ ബർത്ത്ഡേ ആണ്. ആരുടെ അമ്മ? അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവില്ലേ? അങ്ങോട്ടാ പോണ കേട്ടോ. അവരോട് പറഞ്ഞിട്ടൊന്നുമല്ല ഓന്റെ ബർത്ത്ഡേ എങ്ങനെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള പ്ലാൻ അല്ല. ഒരു ഷൂട്ട് ഉണ്ട്, അതിനെ കൂട്ടി. കണ്ണപ്പന്റെ ബർത്ത്ഡേ അല്ലേ, ആ ഒരു സ്പെഷ്യൽ ഡേ തന്നെ അല്ലേ. അവനെ സമ്മതിച്ചോളാം, അല്ല ഞങ്ങളെ സമ്മതിച്ചോളാം, എല്ലാവരും സമ്മതിച്ചോളം സ്പെഷ്യലാണ്. ആ കണ്ണൻ്റെ അമ്മയാട്ടോ. ഞങ്ങൾ കണ്ണൻ്റെ അമ്മയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ വണ്ടി എടുത്ത് പോവാണ്. ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് ചെത്തുകടവ് വഴി കുന്നമംഗലം വഴി അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. എങ്ങോട്ടേക്ക് അറിയോ? നേരെ ഒരു ഷൂട്ടുണ്ടായിനി, ഒരു ഏതറിൻ്റെ ഷൂട്ടുണ്ടായിനി. അവിടെ നിന്ന് ഷൂട്ടൊക്കെ എടുക്കുമ്പോൾ അത് ആളിൻ്റെ കൂടെ ഉണ്ടായിനി. സജീവമായിട്ട് ഷൂട്ടൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നല്ല വണ്ടി വിട്ട് ഹൈലൈറ്റ് മാളിൽ പോയതിന് ശേഷമാണ് പിന്നെയാണ് പർച്ചേസും കാര്യങ്ങളും കിടിലം പോലത്തെ പർച്ചേസ് എല്ലാം നടക്കുന്നത്. അങ്ങനെ ഞാനും കണ്ണനും നേരെ ഹൈലൈറ്റ് മാളിലേക്ക് അങ്ങ് സ്റ്റെപ്പൊക്കെ കയറി മെല്ലെ നടന്ന് സ്റ്റെയറൊക്കെ കയറി സ്റ്റെയർ കേസൊക്കെ പോയി അങ്ങനെ അങ്ങോട്ട് പോവുക തന്നെയാണ്. നേരെ കയറി സ്റ്റുഡിയോയിലേക്ക് കയറാൻ കേട്ടോ. അവിടെ എത്തിക്കുക 11 മണിക്ക് ഷോപ്പ് ഓപ്പൺ ആവുള്ളൂ. എന്താ ചെയ്യുക, ഞങ്ങളിങ്ങനെ പുറത്ത് പോയി മാക്സിലൊക്കെ പോയി വെറുതെ കുറേ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറേ ഡ്രസ്സൊക്കെ നോക്കി. ഡ്രസ്സിനൊക്കെ നല്ല കിടിലം വിലയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അതിന് ശേഷം ഞങ്ങൾ നേരെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് പിസാറിക്കോട്ടയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ഏത് ഓർഡർ ചെയ്യണമെന്നുള്ളത് കുത്തി നോക്കി. ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടെ 50% ഓഫ് ഉണ്ട്. എന്താ ഇപ്പം കഥ, ഞങ്ങൾ സാധനമൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ പിസ ഒന്ന് ഓർഡർ ചെയ്ത് ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്. എന്താ ഇപ്പം പിസാറിക്കോട്ടത്തെ ഒരു പിസ കിട്ടല്ലേ 200 ചില്ലറ റുപ്യ കേട്ടോ. 275 റുപ്യ കറക്റ്റ് പറയണേ. ശരിക്കും 500 ചില്ലറ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി നോക്കിയപ്പോൾ ഏട്ടനോട് ചോദിച്ചു എന്താ ഏട്ടാ 11 മണിയായിട്ട് സ്റ്റുഡിയോ ഞങ്ങൾ തുറക്കാട്ട് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാനൊന്ന് തുടച്ച ഏട്ടൻ മോനെ എന്നിട്ട് തുറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് കയറി ഡ്രസ്സൊക്കെ എടുത്ത് ഓൻ എന്തായാലും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തു. അവന് സന്തോഷമല്ലേ, നമുക്കൊരു സന്തോഷമല്ലേ, ഡ്രസ്സൊക്കെ വാങ്ങണ്ടേ, അതല്ല അതിൻ്റെ രീതി. അന്നപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി നേരെ പിസാറിക്കോട്ടയിലേക്ക് അങ്ങോട്ട് കയറി. പിസാറിക്കോട്ടയിൽ കയറിയിട്ട് പിസ അങ്ങ് വാങ്ങി. പിന്നെ പിസ അങ്ങോട്ട് കട്ട് ചെയ്ത പിസ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബർത്ത്ഡേക്ക് വേണ്ടി കട്ട് ചെയ്യേണ്ട പ്രത്യേകിച്ച് ആവശ്യം വന്നില്ല. അപ്പോൾ ഞങ്ങൾ പിസയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ടോപ്പിങ്സൊക്കെ ഇട്ട് ആൾക്ക് എന്തൊക്കെ പറഞ്ഞാലും പിസയിൽ ടോപ്പിങ്സ് ഇടുന്നതാണ് ഹൈലൈറ്റ് ആയി തോന്നി. അങ്ങനെ ടോപ്പിങ്സൊക്കെ ഓരോന്ന് ചിട്ടത് എന്താ അപ്പം കഥ, സോസും ഉണ്ട്, എല്ലാം കൂടെ അങ്ങോട്ട് ജഗ പുകയാക്കുക പിസ അങ്ങോട്ട്. എന്താ അപ്പം കഥ അല്ലേ. അങ്ങനെ പിസയൊക്കെ ജഗ പുകയാക്കിയത് ഓരോ കഷ്ണാഴ്ച എടുത്തത് അങ്ങനെ കഴിക്കാൻ വേണ്ടി പോവാണ്. പിസ മുറിച്ചെടുത്ത് സംഭവം സെറ്റ് പിസ എന്ന് തന്നെ പറയാം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ചീസൊക്കെ ഇട്ട പിസ ആയിട്ട് ചൂടാറിപ്പോയ പിസ ആണെങ്കിൽ ഇപ്പം എന്താ കഴിക്കേണ്ടപ്പോഴല്ലേ. അപ്പോൾ ഞങ്ങൾ പിസ അങ്ങോട്ട് എടുത്ത് കഴിച്ച് പിസ വാസ് ഓവറോൾ ഗുഡ്, ബട്ട് ടേസ്റ്റ് ഒക്കെ അടിപൊളി തന്നെ, കിടിൽ തന്നെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിസയിലുപരി അതിലിട്ട സോസാണ് കണ്ണിന് ഇഷ്ടമായി. സോസാണ് ഞങ്ങൾ മസ്റ്റ് ആയിട്ട് പറഞ്ഞത്. ബിക്കോസ് പിസയ്ക്ക് ചെറിയ ചൂടാറിയതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പിസാറിക്കോട്ടിലെ സോസ് ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. എന്തൊക്കെ പറഞ്ഞാലും സോസിനല്ല. കാരണം എന്താ പറയുക, പിസ കണ്ടത് ഇങ്ങനെ തിക്കായി കിടക്കുന്നത്. എന്താ അപ്പം കഥ അല്ലേ. എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാട്ടോ. ആൾക്ക് ഭയങ്കര ഹാപ്പി. എന്ത് നല്ല ആകാശം, ഇതല്ലേ സ്കൈ, അടിപൊളി. ഞങ്ങളെ യാത്ര ഞങ്ങൾ നാട്ടിൻപുറത്തൂടെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെത്തുകടവ് വഴി മണാശ്ശേരി വഴി ഞങ്ങൾ മുക്കം അങ്ങനെ മുക്കെത്തി വണ്ടിയിലൊക്കെ പോയാൽ ചളിയൊക്കെ ആയെന്ന് പറഞ്ഞാൽ ആയില്ല. Mother good, God bless you. ഇന്ന് കണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. നല്ല ഫുഡടിയാണ്. അവിടെ ഒന്നും ബർത്ത്ഡേ സെലിബ്രേഷൻ തീരുന്നില്ല. പിന്നെ ഞാനും അമ്മയും അച്ഛനും അനിയനും അനിയത്തിയും എല്ലാവരും കൂടെ കൂടിയിട്ടാ ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് കുറച്ചും കൂടെ അവന് കുറച്ചുകൂടെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാമല്ലോ, ബർത്ത്ഡേ അല്ലേ വിചാരിച്ചിട്ട് 1-2 ഡ്രസ്സും കൂടെ പിന്നെയും പോയി വാങ്ങി. ആളൊരു സന്തോഷമായിട്ട്, ആൾക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും. കാരണം ഇത്രയും തോന്നെ ഡ്രസ്സ് നമ്മളിപ്പോൾ അടുത്തൊന്നും എടുത്തില്ല. ആൾക്കൊരു സന്തോഷത്തിന് ഞാനൊരു ഡ്രസ്സ് എടുത്ത് വെറുതെ ഫിറ്റ് ചെയ്ത് നോക്കി. ഞാൻ എടുത്തില്ല കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ പോയി ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി. എല്ലാവരും ഹാപ്പി ആയിരുന്നു. വേറെ ആയിട്ട് കാണാം.